എല്ലാവർക്കും മല്ലൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക, ബസൂക്ക, തലവര തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും. അപൂർവ പുത്രന്മാർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് സിനിമയിലെ നായകൻ. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണിത്. ഈ ചിത്രം ഈ വീക്കിൽ ആമസോൺ പ്രൈമിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് ഗെറ്റ് സെറ്റ് ബേബി നേടിയെടുത്തത്. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. ഗെറ്റ് സെറ്റ് ബേബി ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കോട് കൂടി മനോരമ മാക്സിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു DNA. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. അസ്കർ, അന്ന റെജി, റായ് ലക്ഷ്മി തുടങ്ങി ഒരുപാട് പേര് DNA സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ മനോരമ മാക്സ് ആണ് DNA സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഒക്ടോബർ മാസം 5 കൂടി DNA സിനിമ OTTയിലെത്തും. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു ത്രില്ലർ സിനിമയാണ്. നല്ല അഭിപ്രായമാണ് ചെക്ക്മേറ്റ് സിനിമ നേടിയെടുത്തത്. സിനിമ റിലീസായിട്ട് കാലങ്ങളായി. ഇപ്പോഴാണ് OTT റിലീസ് വരുന്നത്. അനൂപ് മേനോൻ ലാലാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ചെക്ക്മേറ്റ് സിനിമയുടെ OTT ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒക്ടോബർ മാസം 2 ചെക്ക്മേറ്റിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരുന്നു കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ്. യുവതാരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒക്ടോബർ മാസം ആദ്യ വാരത്തോടു കൂടി കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് OTTയിലെത്തും. അടുത്തൊരു അപ്ഡേറ്റ് മാരിവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് മാരിവിലും ഗോപുരങ്ങൾ നേടിയെടുത്തത്. വിൻസി, ഇന്ദ്രജിത്ത് തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു കോമഡി മൂവിയായിരുന്നു മാരിവിലും ഗോപുരങ്ങൾ. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് കാലങ്ങളായി. ഇപ്പോഴാണ് OTT റിലീസിന് വരുന്നത്. ഒക്ടോബർ 2 സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷെയ്ൻ നിഗം, സണ്ണി വെയിനാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് വേല സിനിമയ്ക്ക് ലഭിച്ചത്. എന്നിട്ട് സിനിമയുടെ OTT ഇതുവരെ വന്നിട്ടില്ല. ആരാധകർ നോക്കിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ വേല എന്ന ത്രില്ലർ സിനിമ OTTയിൽ വരാൻ പോവുകയാണ്. ആമസോൺ പ്രൈമിലാണ് വേല സിനിമ റിലീസാവാൻ പോകുന്നത്. ഒക്ടോബർ മാസം ആദ്യ വീക്കോട് കൂടി വേല സിനിമ OTTയിലെത്തും. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി നായകനായ സിനിമയായിരുന്നു ഡൊമിനിക്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് ഡൊമിനിക്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. കാലങ്ങളായി ഡൊമിനിക് വാങ്ങാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ആമസോൺ പ്രൈം കുറച്ച് പൈസയ്ക്കാണ് ഡൊമിനിക്കിന് OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. ഡൊമിനിക് ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ഒക്ടോബർ 5 ഡൊമിനിക് സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി നായകനായ ഒരു കോമഡി മൂവിയാണ് ആഭ്യന്തര കുറ്റവാളി. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. പെട്ടെന്ന് തന്നെ വാഷൗട്ടായി. ഇപ്പോഴത്തെ ആഭ്യന്തര കുറ്റവാളി OTT റിലീസിന് ഒരുങ്ങുകയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. ഒക്ടോബർ മാസം 5 മുന്നേ ആഭ്യന്തര കുറ്റവാളി OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ദി ഗെയിം എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. ശ്രദ്ധ നായക സീരീസാണ് ദി ഗെയിം. ഇതൊരു തമിഴ് സീരീസാണ്. ഒക്ടോബർ മാസം 2 നെറ്റ്ഫ്ലിക്സിലാണ് ഈ സീരീസ് റിലീസാവുന്നത്. മലയാളത്തിലും ഈ സീരീസ് അന്ന് വരുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരുന്ന് മടുത്ത സിനിമയാണ് ബസൂക്ക. കാരണം സിനിമ OTTയിൽ വരുന്നില്ല. സാധാരണ OTT അവകാശം വിറ്റുപോകാത്തത് കൊണ്ടാണ് സിനിമ റിലീസാക്കാത്തത്. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. ബസൂക്കയുടെ OTT 2 മാസം മുന്നേ തന്നെ C5 വാങ്ങിയതാണ്. ഇതുവരെ റിലീസാക്കിയിട്ടില്ല. മമ്മൂട്ടിയുടെ ഈ ആക്ഷൻ മൂവി ഉടനെ തന്നെ OTTയിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ഒക്ടോബർ മാസം 2 ബസൂക്ക സിനിമയുടെ OTT റിലീസ് ഉണ്ടാവാൻ പോകുന്നത്. അവസാനത്തൊരു അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കല്യാണി നസ്ലിനാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ കൂടുതൽ കയ്യടി നേടിയത് കല്യാണിക്കാണ്. മികച്ച അഭിനയമാണ് കല്യാണി ലോക സിനിമയിൽ കാഴ്ചവെച്ചത്. 30 കോടി ബഡ്ജറ്റ് ഇറക്കി 300 കോടിക്ക് അടുത്ത് കളക്ഷൻ സിനിമ നേടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ലോക സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഈ മാസം ലോക സിനിമ റിലീസാക്കില്ലെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. നെറ്റ്ഫ്ലിക്സ് വലിയ തുകയാണ് ലോക സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ദുൽഖർ സൽമാൻ അത് റിജക്ട് ചെയ്തിരിക്കുകയാണ്. അടുത്ത മാസം മാത്രമേ ലോക സിനിമ OTTയിൽ വരുമെന്നാണ് റിപ്പോർട്ട് കാണിക്കുന്നത്. ഒരുപക്ഷെ ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കോട് കൂടി നെറ്റ്ഫ്ലിക്സിൽ ലോക സിനിമ റിലീസാക്കും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന
OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.